എന്തിനാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്? അല്ല, ഞാൻ ഇതെടുത്തിട്ടാ ഈ അത് ഫോൺ ഇരിക്കുന്നത് നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഇതിലൊക്കെ എടുത്തിട്ടിരിക്കുന്നത്. ഒരു ബാഗ് പാക്ക് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ സ്റ്റാഫ് ചെയ്തതാണ്. എനിക്ക് ഹാങ് ചെയ്യേണ്ട സ്ഥലത്താണ് ഒരു ബാഗ് എടുത്ത് ഇവിടെ ടാഗ് ചെയ്തിട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ഈ സിപ്പുമായിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. ഇവരെന്റെ ബാഗിനെ പിടിച്ച് വലിക്കുകയാണ്. ആക്ച്വലി ഇവിടെ എന്തിനാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമല്ല, ഇവിടെ കുറെ പേര് ഇവിടെ ഇഷ്യൂ ആക്കി. ഞാനിപ്പോൾ ഉള്ളത് രാമചന്ദ്രയിലാണ്. രാമചന്ദ്രയിൽ പർച്ചേസ് ചെയ്യാൻ വന്നപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഇപ്പോൾ ചെറിയ ബാഗാണ്, ഇപ്പോൾ ഹാൻഡ് ബാഗ് ആണെന്നുണ്ടെങ്കിൽ അവരാരും ടാഗ് ചെയ്യുന്നില്ല. അപ്പോൾ അതിലെന്താ ആരും ഒന്നും എടുത്തിടത്തില്ലേ? എനിക്കുണ്ടായ അനുഭവമാണ്. ഹാൻഡ് ബാഗിലാണെന്നുണ്ടെങ്കിൽ ആരും ഒന്നും എടുത്തിടത്തില്ലായിരിക്കും. അതായത് സൈഡ് ഈ കുഞ്ഞ് ബാഗാണിത്. ഇവർ ഇതുപോലെയല്ല ലോക്ക് ചെയ്യാൻ നിന്നത്. ഞാൻ കഷ്ടപ്പെട്ട് അവരോട് സംസാരിച്ചതിന് ശേഷമാണ് അവരിങ്ങനെ ലോക്ക് ചെയ്യാൻ നിന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ നമ്മളുടെ പെരുമാറുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതിയിലാണ്. നമ്മളെ ബാഗ് പിടിച്ചു വലിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അട്ടക്കുളങ്ങരയിലുള്ള രാമചന്ദ്ര ടെക്സ്റ്റൈൽസിലാണ് നിൽക്കുന്നത്. എക്സ്ക്യൂസ് മീ, ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ ഈ രാമചന്ദ്രയിൽ വന്നത്. കുറച്ച് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായിട്ടാണ് വന്നത് ആക്ച്വലി. പക്ഷേ അതിനെ സമ്മതിച്ചില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്, നമുക്ക് തൊട്ട് മുൻപിലായിട്ട് ഒരു ഫാമിലി വന്നായിരുന്നു, ഒരു ആൻറ്റിയും അങ്കിളുമായിട്ട്. ആ അങ്കിള് ക്യാൻസർ പേഷ്യൻ്റാണ്, 4th സ്റ്റേജാണ്. അപ്പോൾ അവരുടെ മരുന്ന്, അതായത് ഇതേമാതിരി ഒരു ചെറിയ ബാഗാണുള്ളത്. അവർ നല്ലവണ്ണം കെഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്നെല്ലാം അവരുടെ ബാഗിൻ്റെ അകത്താണ് എന്ന് നന്നായിട്ട് പറഞ്ഞിട്ടും അവർ ഫുള്ള് ലോക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് പോലും ചെയ്തില്ല. പിന്നെ എൻ്റെ ബാഗ് ഇങ്ങനെയല്ല അവർ ലോക്ക് ചെയ്യാനെന്ന്. ആക്ച്വലി ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിബും അത് ഇവിടെ ഒരു കുട്ടി സിബുണ്ട്, ഈ 2 സിബും കൂടെയാണ് ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അയാൾ ഇവിടവും ഇതിലാണ് ലോക്ക് ചെയ്യുന്നത്, ഇതും ഈ സിബോട്ട്. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും എനിക്ക് അത് ബാഗ് ഹാങ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ട് എൻ്റെ ബാഗിനെ പിടിച്ച് വലിച്ചായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന പോലും, എൻ്റെ കയ്യിൽ കിട്ടിയതിന് ശേഷം. കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ അവരുടെ അടുത്ത് അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം. അതിപ്പോൾ ഈ രാമചന്ദ്രൻ എന്നല്ല, ഏത് സ്റ്റോറിലായിരുന്നാലും. അങ്ങനെ എനിക്ക് ഭയങ്കര ഫീലായതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്. പക്ഷെ നമുക്കത് സാധിച്ചിട്ടില്ല നന്നായിട്ട്. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ.